വേദിയിലെ സദസ്സിലെ പ്രമുഖരെ, പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കവി തിലകൻ കറുത്തൻ ആർട്സ് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ അനുസ്യൂതം തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറപ്പെട്ട് തുടരാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹരീന്ദ്രൻ സാറിൻ്റെ മാവ് പൂക്കും കാലം സുകുമാർ സാറിൽ നിന്നും ഏറ്റുവാങ്ങാനായത് അതും ഷൺമുഖപുരത്തെ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളായ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് അതിന് സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതിന് നിദാനമായത് ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട രഘുത്തമൻ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സത്യത്തിൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഹരീന്ദ്രൻ സാർ എനിക്ക് ഇതിലെ 4 കവിതകൾ അയച്ചു തന്നു. ഭക്തിരസപ്രധാനമായിട്ടുള്ള 4 കവിതകളാണ് അയച്ചു തന്നത്. പുസ്തകം ഏറ്റുവാങ്ങിയ ശേഷമാണ് നർമ്മരസപ്രധാനമായിട്ടുള്ള കവിതകളും അതിനകത്തുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അദ്ദേഹം ഒപ്പം ഒരു ചെറിയ റിക്വസ്റ്റ് വെച്ചു, ഇതിലൊരു കവിതയെങ്കിലും ഒന്ന് ചൊല്ലാമോ എന്ന്. ആകാശവാണിയിൽ 100-ലേറെ കവിതകൾ കാവ്യധാരയിലൂടെ ഞാൻ ചൊല്ലി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഈണം കൊടുത്തെങ്കിലും അതൊന്ന് രജിസ്റ്റർ ആകാൻ ഒരു സമയം വേണമല്ലോ. അത് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ പറയുക, അത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ഒന്ന് ചൊല്ലാം. ഒരു സ്വപ്നം എന്ന ഇതിൻ്റെ 31-ാമത്തെ പേജിലുള്ള കവിതയാണ് പെട്ടെന്ന് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. അത് ട്യൂൺ ചെയ്യുക എന്നുള്ളൊരു വലിയ കർമ്മത്തിനൊന്നും ഞാൻ ഹാർമോണിയൊന്നും വെച്ചിട്ടൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. ചില കവിതകൾ പറയും, എന്നെ ഈ ഈണത്തിൽ പാടൂ, ഈ ഈണത്തിൽ ചൊല്ലൂ എന്ന്. അതാണ് അവിടെ സംഭവിച്ചത് എന്ന് തോന്നുന്നു. ഞാൻ പാട്ടുകളൊക്കെ സംവിധാനം ചെയ്ത് പുറത്തൊക്കെ ഇറക്കിയിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, പലപ്പോഴും വരികളൊന്നും ചിലപ്പോൾ മീറ്ററിലായിരിക്കില്ല. അതൊന്ന് മീറ്ററിലാക്കാൻ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഹരീന്ദ്രൻ സാറിന്റെ കവിതയ്ക്ക് അങ്ങനെ ഒരു സമയം എനിക്ക് വേണ്ടി വന്നില്ല. മനസ്സിൽ തോന്നിയ ആ ഒരു ഈണം ഞാൻ നിങ്ങളുടെ മുന്നിൽ സവിനയം പ്രസന്റ് ചെയ്യുകയാണ്. ഒരു സ്വപ്നം. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാനുണ്ടെനിക്കിന്നെന്റെ കൃഷ്ണ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാനുണ്ടെനിക്കിന്നെന്റെ കൃഷ്ണ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാടി വിളിച്ചു അരികിലേക്കെന്നെ നീ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാടി വിളിച്ചു അരികിലേക്കെന്നെ നീ. പാതിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാനുണ്ടെനിക്കിന്നെന്റെ കൃഷ്ണ. ചാരത്തു ഞാനിന്നണഞ്ഞ നേരം
നമസ്കരിച്ചു. ചാരത്തു നാണിന്നണഞ്ഞ നേരം പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു. നിൻ പാദാംബുജങ്ങളിൽ നമസ്കരിച്ചു. പൂജാരി നേദിച്ച നിവേദ്യമാദ്യം അൻപോടെ നിൽക്കു നീ തന്നുവല്ലോ ദേവ. പൂജാരി നേദിച്ച നിവേദ്യമാദ്യം അൻപോടെ നിൽക്കു നീ തന്നുവല്ലോ ദേവ. ആദിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാനുണ്ടെനിക്കിന്നെന്റെ കൃഷ്ണ. നിന്നോട് കുഴൽ നാദം കേൾക്കേ കണ്ണാ ആനന്ദ നൃത്തമാടി ഞാൻ. കണ്ണാ ആനന്ദ നൃത്തമാടി. സ്വർഗീയാനുഭൂതി നേരത്ത് മായ വിട്ടു ഞാനന്നു പോയല്ലോ. സ്വർഗീയാനുഭൂതി നേരത്ത് മായ വിട്ടു ഞാനന്നു പോയല്ലോ. ആദിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാനുണ്ടെനിക്കിന്നെന്റെ കൃഷ്ണ. നിൻ തിരുനടയിൽ കൈകൂപ്പി നിന്നപ്പോൾ മാറി വിളിച്ചു അരികിലേക്കെന്നെ നീ. ആദിമയക്കത്തിൽ കണ്ടൊരു സ്വപ്നം ചൊല്ലുവാൻ